എല്ലാവർക്കും ഷെഫ് ട്യൂബിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ പോർക്ക് വിന്താലു ആണ്. അപ്പോൾ പോർക്ക് വിന്താലിൽ ഒന്നിച്ചുള്ള മസാല തയ്യാറാക്കാനായിട്ട് 5 പീസ് ഉണക്കമുളക്, 2 ചെറിയ പീസ് പട്ട, സവോള ഒരെണ്ണം, കുരുമുളക്, അതിലേക്ക് ഗ്രാമ്പു, ഏലക്കായ, കടുക് 2 ടീസ്പൂൺ. ഇത്രയും നമ്മൾ ഡ്രൈ ആയിട്ട് എടുക്കുകയാണ്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇതിലേക്ക് നമ്മൾ മസാല ആഡ് ചെയ്യുകയാണ്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി. ഇത്രയും നമ്മൾ ലൈറ്റ് ഫയറിൽ ചൂടാക്കുകയാണ്. ഇത് നമ്മൾ നല്ല രീതിയിൽ ചൂടായിട്ട് വരുമ്പോൾ മസാലക്കൊത്ത് പോയതിന് ശേഷം നമ്മളൊരു മിക്സിയിലേക്ക് ഇട്ട് ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കുന്നില്ല, വിനാഗിരി മാത്രമാണ് ചേർക്കുന്നത്. 2 ടീസ്പൂണോളം വിനാഗിരി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ജസ്റ്റ് ഇതിനെ നല്ല രീതിയിൽ ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ഈ മസാല ഇട്ടിട്ട് പോർക്ക് മാരിനേറ്റ് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ഇതിന് 250 ഗ്രാം പോർക്കാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇപ്പോൾ നമ്മൾ ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടുള്ള മസാലകൾ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നത്. പോർക്കിൽ നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല, ആ വിനാഗിരിയുടെ വെള്ളം മാത്രമേ ഇതിലുള്ളൂ. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ. ഇത് സൗത്ത് ഇന്ത്യൻ ഫ്ലേവറിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് 2 സ്റ്റെപ്പായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ ചെയ്യാൻ പറ്റും. ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഫസ്റ്റ് ഡ്രൈ ആയിട്ടുള്ള മസാലകൾ ആദ്യം പൊടിച്ചെടുക്കാം. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ സവോള, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഒറ്റ സ്റ്റെപ്പായിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്ത് വെച്ച് ഒരു 10 മിനിറ്റോളം വച്ചതിന് ശേഷം നമ്മൾ പാൻ ചൂടാക്കുകയാണ്. പാൻ ചൂടാക്കി എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഇത് വളരെ സ്ലോ ഫയറിൽ വളരെ കൂടുതൽ ടൈം എടുത്തിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ. എന്നാലാണ് ആ പോർക്കിൻ്റെ വെള്ളം ഇറങ്ങുള്ളൂ. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടേണ്ട പോർക്കാണ്. നമ്മൾ അതുകൊണ്ട് കുക്കറിൽ ചെയ്യാണ്ട് ഡയറക്റ്റായിട്ട് പാനിൽ തന്നെ തയ്യാറാക്കുന്നത്. ശരിക്കും ഇതിനെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ചെയ്താലും മതി. ഇത് നമ്മൾ സൗത്ത് ഇന്ത്യൻ ചെയ്യുന്ന അവിയലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്കിതിനെ മസാല തയ്യാറാക്കി മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് സ്ലോ ഫയറിൽ നമുക്കിതിനെ ഒരു അരമണിക്കൂറോളം കുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് ശരിക്കും നമ്മളതിൻ്റെ ആ ഒരു വേവ് നോക്കിയിട്ടാണ് ഇതിന് ഓരോ തവണയും നമ്മൾ മൂടി വെച്ചിട്ടും തുറന്നുമായിട്ടാണ് ഇത് ബോയിൽ ചെയ്യുന്നത്. ഇത് കുക്കറിൽ നമ്മൾ ഒറ്റ തവണ കുക്ക് ചെയ്ത് എടുത്തതിന് ശേഷം മസാല ഇട്ട് മിക്സ് ചെയ്താലും മതി. ഇനി ഇതിലേക്ക് കുരുമുളകും ജീരകത്തിൻ്റെ പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഇത് നമ്മൾ ഓയിലിൻ്റെ ടെക്സ്ചർ, ഇപ്പോൾ പോർക്കിൻ്റെ ഓയിൽ ഒലിച്ചിറങ്ങിയതുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വെളിച്ചെണ്ണ, ഇത്രയും വിനാഗിരി. ഇതിൻ്റെ ഒരു പുളിപ്പുരസമാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടേണ്ടത്. പുളിപ്പുരസവും എരിവുമാണ് നമ്മൾ വിന്താലുവിന് കൂടുതലായിട്ട് നമ്മൾക്ക് ശരിക്കും കിട്ടേണ്ട ഒരു ടേസ്റ്റ്. അപ്പോൾ ഇതൊരു ഗോവൻ സ്റ്റൈലിലുള്ള വിന്താലു ഉണ്ട്. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ കടുകും ഉണക്കമുളകെല്ലാം ഇട്ടിട്ടുള്ള വിന്താലുവാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടമാണെന്ന് വിചാരിക്കണം. ആദ്യം നമ്മൾ വിന്താലിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണക്കമുളക്, മല്ലി, ജീരകം, പിന്നെ ഗരം മസാലകൾ ഹോളായിട്ടുള്ളത്, കടുക്, ഇത്ര ഐറ്റംസ് നമ്മൾ ഒരല്പം വിനാഗിരി ഒഴിച്ചിട്ട്, അതിൽ ശരിക്കും പുളിപ്പ് രസമാണ് നമുക്കതിൽ വേണ്ടത്. അപ്പോൾ വിനാഗിരിയിലാണ് നമ്മൾ ജസ്റ്റ് ഇതിനെ ക്രഷ് ചെയ്തെടുക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ ഇതിനെ മാരിനേറ്റ് ചെയ്യുന്നത്. നമ്മളിതിൽ ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. അതിൽ നമ്മൾ അടച്ചു വെക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൻ്റെ ഇതുകൊണ്ടാണ്. അപ്പോൾ ശരിക്കും നമുക്ക് ആ ടേസ്റ്റ് ഡ്രൈ ആയിട്ടുള്ള വിന്താലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്.